മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ വമ്പൻ വിജയത്തിന് ശേഷം എല്ലാവരും ആകാംക്ഷയോടെ കാണാൻ കാത്തിരിക്കുന്നത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ആണ്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്ന മൂവിയുമായിട്ട് ബന്ധപ്പെട്ട് 4 ടീസറുകളും ഒരൊറ്റ ഒഫീഷ്യൽ ട്രെയിലറുമാണ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ളത്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ടീസറിനെ പറ്റിയും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ട്രെയിലറിനെ പറ്റിയുമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. സമയം കിട്ടുമ്പോൾ എല്ലാവരും ആ വീഡിയോസ് കൂടെ ഒന്ന് കണ്ടു നോക്കുക. ആ വീഡിയോസിലൊക്കെ എനിക്ക് പറയാൻ സാധിക്കാഞ്ഞ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാഞ്ഞ പല കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഓരോ പ്രാവശ്യവും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ട്രെയിലർ കാണുമ്പോൾ പുതിയ പുതിയ പല ഡീറ്റെയിൽസും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ അപ്പിയർ ചെയ്യാൻ പോകുന്ന സ്റ്റീവ് റോജേഴ്സിനെ പറ്റിയും ലോക്കിയെ പറ്റിയും എക്സ്മെനെ പറ്റിയും സാക്ഷാൽ ഡോക്ടർ ഡൂമിനെ പറ്റിയും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. സോ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ അപ്പപ്പോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ അവസാനത്തോടെ ഇൻഫിനിറ്റി സ്റ്റോൺസ് എല്ലാം തിരികെ പാസ്റ്റിലേക്ക് കൊണ്ടുവെക്കാൻ പോയ സ്റ്റീവ് റോജേഴ്സ് അഥവാ ക്യാപ്റ്റൻ അമേരിക്ക തന്റെ പ്രണയിനിയായ പെഗി കാർട്ടറിനോടൊപ്പം തന്റെ നഷ്ടപ്പെട്ടു പോയ ജീവിതം ജീവിക്കുന്നുണ്ടല്ലോ. പ്രസന്റ് ടൈമിൽ വയസ്സായ സ്റ്റീവ് റോജേഴ്സ് ഉണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോഴും ജീവനോടെ ഉണ്ടോ അതോ അദ്ദേഹം മരിച്ചുപോയോ എന്നൊന്നും തന്നെ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. പ്രസന്റ് ടൈമിലെ സ്റ്റീവ് റോജേഴ്സ് ജീവനോടെ ഉണ്ടെങ്കിൽ തന്നെ ഡോക്ടർ ഡൂം എന്ന ത്രെറ്റിനോട് പോരാടാനൊന്നും അദ്ദേഹത്തിന് ഇനി സാധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ഡോക്ടർ ഡൂമിനോട് പോരാടാൻ വേണ്ടി പാസ്റ്റിലേക്ക് പോയ സ്റ്റീവ് റോജേഴ്സിനെ തിരികെ കൊണ്ടുവരിക എന്നത് മാത്രമാണ് ഏക വഴി. നമുക്കറിയാം പ്രസന്റ് ടൈമിൽ സ്റ്റീവ് റോജേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്നാൽ സ്റ്റീവ് റോജേഴ്സ് തന്നെ തന്റെ പിൻഗാമിയായിട്ട്, അതായത് അടുത്ത ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് തെരഞ്ഞെടുത്തത് സാം വിൽസണെയാണ്. അതെ, സാം വിൽസൺ ആണ് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ അമേരിക്ക. ദ ഫാൽക്കൺ ആൻഡ് ദ വിന്റർ സോൾജർ എന്ന സീരീസിലാണ് സാം വിൽസൺ അഥവാ ഫാൽക്കൺ ക്യാപ്റ്റൻ അമേരിക്കയുടെ മാൻഡിൽ സ്വീകരിക്കുന്നത്. വലിയ ഉരുക്ക് ബോഡിയോ വെളുപ്പോ അല്ലെങ്കിൽ സൂപ്പർ സോൾജർ സെറമോ ഒന്നുമല്ല ഒരാളെ ക്യാപ്റ്റൻ അമേരിക്കയാക്കി മാറ്റുന്നത്. സ്റ്റീവ് റോജേഴ്സിനെ പോലെ ഒരു നല്ല മനസ്സിനുടമയും എന്തിനേയും നേരിടാനുള്ള ചങ്കൂറ്റവും ധൈര്യവും ഒക്കെയാണ് ഒരാളെ ക്യാപ്റ്റൻ അമേരിക്കയാക്കി മാറ്റുന്നത്. ഈ ക്വാളിറ്റീസ് ഒക്കെ സ്റ്റീവ് റോജേഴ്സ് സാം വിൽസണിൽ കണ്ടിട്ടുണ്ടാകാം. ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവഞ്ചറിൽ സൂപ്പർ സോൾജർ സെറം എടുക്കുന്നതിന് മുൻപ് സ്റ്റീവ് റോജേഴ്സിനോട് എബ്രഹാം എസ്കിൻ ഇങ്ങനെ പറയുന്നുണ്ട്: who has known power all his life may lose respect for that power, but a weak man knows the value of strength and knows compassion. അദ്ദേഹം ഈ പറഞ്ഞതിൽ ഏറ്റവും യോഗ്യനായ വ്യക്തി സാം വിൽസൺ ആണ്. സ്റ്റീവ് റോജേഴ്സ് ആകാൻ സാം വിൽസണ് സാധിക്കില്ലായിരിക്കാം. ഒന്നാമത്തെ കാരണം സ്റ്റീവ് റോജേഴ്സിനെ പോലെ സാം വിൽസൺ ഒരു സൂപ്പർ സോൾജർ അല്ല. മാത്രമല്ല ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റിലൊക്കെ സ്റ്റീവ് റോജേഴ്സിനേക്കാൾ എത്രയോ പിന്നിലായിരിക്കാം അദ്ദേഹം. എന്നാൽ സ്റ്റീവ് റോജേഴ്സിന് ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും സാം വിൽസണ് ചെയ്യുവാൻ സാധിക്കും. സ്റ്റീവ് റോജേഴ്സ് ഗ്രൗണ്ടിൽ നിന്ന് മാത്രം ഫൈറ്റ് ചെയ്യുന്നവനാണെങ്കിൽ ഗ്രൗണ്ടിലും അതേപോലെ തന്നെ എയറിലും ഫൈറ്റ് ചെയ്യുന്നവനാണ് സാം വിൽസൺ. സാം വിൽസണ് ഫാൽക്കൺ വിങ്സ് ഉണ്ടല്ലോ, അത് വെറും ഫാൽക്കൺ വിങ്സ് അല്ല, അത് വൈബ്രേനിയം വിങ്സ് ആണ്. ഗ്രൗണ്ടിൽ വെച്ച് സാം വിൽസനെ വീഴ്ത്താൻ സാധിക്കുമായിരിക്കാം. എന്നാൽ ആകാശത്തിലേക്ക് പറന്നുയർന്നാൽ സാം വിൽസനെ തൊടാൻ നന്നായിട്ട് പാടുപെടേണ്ടി വരും. ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ സാം വിൽസൺ അഥവാ ക്യാപ്റ്റൻ അമേരിക്കയെ വെളുപ്പിക്കാൻ ശ്രമിക്കുവാണെന്ന്. ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡില് ജനറൽ തണ്ടർബോൾട്ട് റോസ് സാം വിൽസണോട് ഇങ്ങനെ പറയുന്നുണ്ട്: Sam, you're not Steve Rogers. അതിനോട് ഞാൻ 100% യോജിക്കുന്നു. സാം വിൽസൺ എന്ന് മാത്രമല്ല ക്വാളിറ്റിയുള്ള ആർക്ക് വേണമെങ്കിലും ക്യാപ്റ്റൻ അമേരിക്ക ആകാം. എന്നാൽ അവർക്കാർക്കും സ്റ്റീവ് റോജേഴ്സ് ആകാൻ സാധിക്കില്ല. സാം വിൽസൺ ഇതുവരെയും ഒരു സൂപ്പർ ടീമിനെ പോലും ലീഡ് ചെയ്തിട്ടില്ല. എന്നാൽ സോൾജേഴ്സിനെയും ഗോഡിനെയും സോർസറേഴ്സിനെയും വക്കാണ്ടൻസിനെയും ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയെയും എന്ന് വേണ്ട സകലരെയും മുന്നിൽ നിന്ന് നയിച്ച വലിയൊരു ചരിത്രം തന്നെ സ്റ്റീവ് റോജേഴ്സിന്റെ ക്യാപ്റ്റൻ അമേരിക്കയ്ക്കുണ്ട്. ലീഡർഷിപ്പിന്റെ കാര്യത്തിൽ സ്റ്റീവ് റോജേഴ്സ് അഥവാ ക്യാപ്റ്റൻ അമേരിക്ക ഒരു ഗോട്ടാണ്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഡോക്ടർ ഡൂമിനെ പോലെയുള്ള ഒരു വലിയ ത്രെറ്റ് വരുമ്പോൾ അദ്ദേഹത്തെ തടയണമെങ്കിൽ മറ്റ് സൂപ്പർ ഹീറോസിന് സ്റ്റീവ് റോജേഴ്സിന്റെ ലീഡർഷിപ്പ് അത്യാവശ്യമാണ്. സാം വിൽസൺ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ അമേരിക്ക ആണെങ്കിലും നിലവിൽ ഇതുവരെയും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അദ്ദേഹത്തിൽ കണ്ടിട്ടില്ല. ഇപ്പോൾ എർത്തിൽ സൂപ്പർ ഹീറോസ് ഒക്കെ ഉണ്ടെങ്കിലും അവരെല്ലാം പരസ്പരം ബന്ധമില്ലാതെ അവിടെയും ഇവിടെയും ഒക്കെ ഷാറ്റർ ആയി കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആകെ ഇപ്പോൾ ഒരു കോർഡിനേഷൻ ഉണ്ടെന്ന് പറയാൻ സാധിക്കുന്നത് തണ്ടർബോൾട്സ് അഥവാ ദ ന്യൂ അവഞ്ചേഴ്സ് എന്ന ടീമിന് മാത്രമാണ്.
ദ ന്യൂ അവഞ്ചേഴ്സ് എന്ന ടീമിന്റെ ലീഡർ ആരാണെന്ന് അറിയാൻ സാധിക്കുന്നില്ലെങ്കിലും എന്റെ അഭിപ്രായത്തിൽ ആ ടീമിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എലേന ബെലോവ അഥവാ ബ്ലാക്ക് വിഡോയ്ക്കാണ്. അവിടെയും സാം വിൽസന്റെ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് തന്നെ പറയാം. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ട്രെയിലറിൽ ഈ സീനിൽ എർത്ത് 616ലേക്ക് എത്തുന്ന ദ ഫാന്റാസ്റ്റിക് ഫോറിനെയാണ് നമ്മൾ കണ്ടത്. മാത്രമല്ല അവരോടൊപ്പം സാക്ഷാൽ ഗോഡ് ഓഫ് തണ്ടറായ തോറിനെയും നമ്മൾ കണ്ടു. അവരെല്ലാം എത്തിയിരിക്കുന്നതോ ദ ന്യൂ അവഞ്ചേഴ്സിന്റെ പക്കലേക്ക്. ദ ന്യൂ അവഞ്ചേഴ്സിനോടൊപ്പം തന്നെ സ്കോട്ട് ലാങ് അഥവാ ആന്റ്മാനെയും സാം വിൽസൺ അഥവാ ക്യാപ്റ്റൻ അമേരിക്കയും നമ്മൾ കണ്ടു. വരാനിരിക്കുന്ന അപകടത്തെ പറ്റി ദ ന്യൂ അവഞ്ചേഴ്സിനെ പറഞ്ഞു മനസ്സിലാക്കാനും ആ ആപത്തെ നേരിടാൻ അവരെല്ലാം സജ്ജരാക്കാനുമാകാം തോർ ദ ഫാന്റാസ്റ്റിക് ഫോറിനെയും കൂട്ടി അവഞ്ചേഴ്സ് ടവറിലേക്ക് എത്തിയത്. ഒരുപക്ഷെ സാം വിൽസൺ അദ്ദേഹത്തിൻ്റെതായ അവഞ്ചേഴ്സ് എന്ന ടീമിനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാകാമെങ്കിലോ? സാം വിൽസന്റെ അവഞ്ചേഴ്സ് എന്ന ടീമിലെ ഒരു മെമ്പർ ആയിരിക്കാം സ്കോട്ട് ലാങ് അഥവാ ആന്റ്മാൻ. സാം വിൽസന്റെ അവഞ്ചേഴ്സ് എന്ന ടീമിൽ ജോയിൻ ചെയ്യുമെന്ന് 100% വിശ്വസിക്കാവുന്ന ഒരു ക്യാരക്ടറാണ് വോക്കിൻ ടോറസ് അഥവാ ദ ന്യൂ ഫാൽക്കൺ. കാരണം അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഒഫീഷ്യൽ ട്രെയിലറിൽ വോക്കിൻ ടോറസിനെ നമ്മൾ കാണുന്നുണ്ട്. അതായത് നെയ്മറിനെ മീറ്റ് ചെയ്യാൻ ടെലോക്കൻ ടെമ്പിളിലേക്ക് എത്തിയ ന്യൂ അവഞ്ചേഴ്സും ദ ഫാന്റാസ്റ്റിക് ഫോറും വക്കാണ്ടൻസിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വോക്കിൻ ടോറസിന്റെ ഫാൽക്കണെ നമുക്ക് കാണുവാൻ സാധിക്കും. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ സാം വിൽസന്റെ അവഞ്ചേഴ്സ് എന്ന ടീം ഉണ്ടായാലും എലേന ബെലോവയുടെ ദ അവഞ്ചേഴ്സ് എന്ന ടീം ഉണ്ടായാലും സ്റ്റീവ് റോജേഴ്സ് എത്തിയാൽ ആ ടീമുകളുടെ ലീഡേഴ്സ് സൈഡ് ആകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സ്റ്റീവ് റോജേഴ്സിന്റെ റിട്ടേൺ സാം വിൽസനെ റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് ടീമുകളുടെ ലീഡേഴ്സിനെ റീപ്ലേസ് ചെയ്ത് കാണിക്കാനോ ഒന്നുമല്ല. ഏത് യൂണിവേഴ്സ് ആണെങ്കിലും ഏത് ടീമുകളാണെങ്കിലും അവരെല്ലാം ഒരുമിപ്പിച്ച് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകാൻ സ്റ്റീവ് റോജേഴ്സ് എന്ന ഒരൊറ്റ വ്യക്തിക്ക് മാത്രമേ സാധിക്കൂ. നമുക്കറിയാം ലോക്കി ഇപ്പോൾ അറിയപ്പെടുന്നത് ഗോഡ് ഓഫ് സ്റ്റോറീസ് അല്ലെങ്കിൽ ഗോഡ് ഓഫ് ദ മൾട്ടിവേഴ്സ് എന്നൊക്കെയാണ്. തൊട്ടടുത്ത സീനിൽ നമ്മൾ കാണുന്നത് TVA അഥവാ ടൈം വേരിയൻസ് അതോറിറ്റിയുടെ ID കാർഡ് പിടിച്ചോണ്ട് നിൽക്കുന്ന സാക്ഷാൽ ലോക്കിയെയാണ്. ആ ID കാർഡിന്റെ പുറകിൽ കാണുന്ന ട്രീയുടെ സിമ്പൽ സൂചിപ്പിക്കുന്നത് ഇഗ്ഡ്രാസിൽ എന്ന വേൾഡ് ട്രീയെ ആകാം. ലോക്കി എന്ന സീരീസിന്റെ അവസാനത്തോടെ എൻഡ് ഓഫ് ടൈമിലേക്ക് എത്തിയ ലോക്കി മൾട്ടിവേഴ്സുകളെല്ലാം തന്റെ കൈകളിൽ ഭദ്രമാക്കിക്കൊണ്ട് തന്റെ ത്രോണിൽ ഇരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ലോക്കി ആ ത്രോണിൽ നിന്ന് എഴുന്നേറ്റാൽ മൊത്തം മൾട്ടിവേഴ്സ് തന്നെ നശിക്കപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള ലോക്കി എങ്ങനെയാകാം എൻഡ് ഓഫ് ടൈമിൽ നിന്ന് TVA വീണ്ടും എത്തപ്പെട്ടത്? നമുക്കറിയാം ലോക്കിക്ക് TVA ടെമ്പാടില്ലാതെയും ടൈം സ്ലിപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന്. ഒരുപക്ഷെ ലോക്കി തന്റെ കോൺഷ്യസ്നെസ്സിനെ മറ്റൊരു വേർഷനായ ലോക്കിയിലേക്ക്, അതായത് മറ്റൊരു ടൈം ലൈനിലെ ലോക്കിയുടെ മൈൻഡിലേക്ക് അയച്ചതാകുമെങ്കിലോ? അങ്ങനെയാകാം ലോക്കി TVA വീണ്ടും എത്തപ്പെട്ടത്. ലോക്കി TVA വീണ്ടും എത്തിയത് മോബിയസിനെ കാണാൻ വേണ്ടി തന്നെയാകാം. മോബിയസിന്റെ സഹായത്തോടെയാകാം ലോക്കി ഡോക്ടർ ഡൂം എന്ന ത്രെറ്റിനെ പറ്റി തോറിനോടോ സ്റ്റീവ് റോജേഴ്സിനോടോ പറയാൻ പോകുന്നത്. റൂമേഴ്സ് പ്രകാരം നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് പാസ്റ്റിലേക്ക് പോയി പെഗ്ഗി കാർട്ടറിനോടൊപ്പം ജീവിക്കുന്ന സ്റ്റീവ് റോജേഴ്സിന്റെ പക്കലേക്ക് ലോക്കി ഇൻകർഷൻസ് ഉണ്ടാകാൻ പോവുകയാണെന്നും അതിനെ തടയണമെങ്കിൽ നിങ്ങൾ മറ്റൊരു യൂണിവേഴ്സിലേക്ക് പോകണമെന്നും പറഞ്ഞിട്ട് ലോക്കി അവരെ കൂട്ടി ദ ഫാന്റാസ്റ്റിക് ഫോറിന്റെ യൂണിവേഴ്സായ എർത്ത് 828 എത്തുന്നു. അവിടെ വെച്ച് സ്റ്റീവ് റോജേഴ്സിനും പെഗ്ഗി കാർട്ടറിനും ഒരു കുട്ടി ഉണ്ടാവുകയാണ്. ആ കുഞ്ഞിനെയാണ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ആദ്യത്തെ ടീസറിൽ നമ്മൾ കണ്ടത്. സ്റ്റീവ് റോജേഴ്സ് എർത്ത് 828 നിൽക്കും തോറും ആ യൂണിവേഴ്സിൽ ഇൻകർഷൻസ് ആരംഭിക്കുകയും ആ ഇൻകർഷനിൽ വിക്ടർ വോൺ ഡൂമിന്റെ ഫാമിലി കൊല്ലപ്പെടുകയും ചെയ്യുന്നു. തന്റെ ഫാമിലി ഇല്ലാതാവാൻ കാരണക്കാരൻ സ്റ്റീവ് റോജേഴ്സ് ആണെന്ന് കണ്ടെത്തുന്ന ഡോക്ടർ ഡൂം സ്റ്റീവ് റോജേഴ്സിനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഡോക്ടർ ഡൂം ലോക്കിയെ കൊന്നുകളയുമോ എന്നൊന്നും ഓർത്ത് പേടിക്കേണ്ട. എന്തായാലും ലോക്കിയെ കൊന്ന് ലോക്കി ചെയ്ത സാക്രിഫൈസിനെ ഇല്ലാതാക്കാൻ മാർവൽ ശ്രമിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കാം. ട്രെയിലറിൽ ഡോക്ടർ ഡൂമിന്റെ വോയിസ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുവാൻ സാധിക്കുന്നുണ്ടല്ലോ. Something we may not be able to deter before this day is done. We shall be faced with an unthinkable decision. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ റോബർട്ട് ഡൗണി ജൂനിയർ ആണല്ലോ ഡോക്ടർ ഡൂം എന്ന ക്യാരക്ടറിനെ അവതരിപ്പിക്കാൻ പോകുന്നത്. ടോണി സ്റ്റാർക്ക് അഥവാ അയൺമാനെ അവതരിപ്പിച്ചത് RDJ ആണെങ്കിലും നമ്മൾ ഇത്രയും നാൾ കേട്ട് പരിചയമില്ലാത്ത ഒരു വോയിസ് മോഡുലേഷനിലാണ് RDJയുടെ വോയിസ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. മാത്രമല്ല അദ്ദേഹം സംസാരിക്കുന്ന സ്ലാങ്ങിലും വളരെയധികം വ്യത്യസ്തത ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഡോക്ടർ ഡൂമിന്റെ രാജ്യമായ ലാറ്റ്വേറിയയിലെ ആളുകൾ സംസാരിക്കുന്ന സ്ലാങ് ഇതായിരിക്കാം. ഡോക്ടർ ഡൂമിന്റെ വോയിസ് മോഡുലേഷനിലെ മാറ്റം, അതായത് ഡോക്ടർ ഡൂമിന്റെ വോയിസ് RDJയുടെ വോയിസ് പോലെ തോന്നാത്തത് ഒരുപക്ഷെ ഡോക്ടർ ഡൂം വെച്ചേക്കുന്ന അദ്ദേഹത്തിന്റെ മാസ്ക് കാരണമാകാം. ഡോക്ടർ ഡൂമിന്റെ മാസ്ക് അല്ലെങ്കിൽ ഹെൽമെറ്റ് ഡോക്ടർ ഡൂമിന്റെ വോയിസിനെ ലെസ് ഹ്യൂമനും മോർ ഈവിളുമായിട്ട് മാറ്റാൻ സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ദ ഫാന്റാസ്റ്റിക് ഫോറിന്റെ യൂണിവേഴ്സായ എർത്ത് 828 എന്ന റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് യൂണിവേഴ്സിൽ നിന്നുമാകാം ഡോക്ടർ ഡൂം എർത്ത് 616 എത്താൻ പോകുന്നത്.
എർത്ത് 828 നിന്നുമാണ് ഡോക്ടർ ഡൂം എത്തുന്നതെങ്കിൽ റീഡ് റിച്ചാർഡ്സ് അഥവാ മിസ്റ്റർ ഫെന്റാസ്റ്റിക്കുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു മുൻകാല ചരിത്രം തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഡോക്ടർ ഡൂമിന് മൾട്ടിവേഴ്സിലേക്കുള്ള ആക്സസ് ലഭിക്കുന്നത് പോലും ഒരുപക്ഷെ റീഡ് റിച്ചാർഡ്സിന്റെ പക്കൽ നിന്നുമാകാം. ട്രെയിലറിൽ ഈ സീനിൽ തോർ അവഞ്ചേഴ്സിനോട് ഇങ്ങനെ പറയുന്നുണ്ട്. Then all of us put together, and they died. They died facing enemies and threats that scared me far less than this one. അതായത് താൻ അതിശക്തരായ വാരിയേഴ്സുമായിട്ട് ഒരുമിച്ച് നിന്ന് പോരാടി ആ പോരാട്ടത്തിൽ അവരെല്ലാം മരണപ്പെട്ടു എന്നൊക്കെ. ആക്ച്വലി തോർ ഇവിടെ പറയുന്നത് മറ്റ് യൂണിവേഴ്സിലെ സൂപ്പർ ഹീറോസിനോടൊപ്പം അദ്ദേഹം ഡോക്ടർ ഡൂമിനെതിരെ പോരാടിയ കാര്യമായിരിക്കാം. എന്നാൽ ആ പോരാട്ടത്തിൽ സർവൈവ് ചെയ്ത ഒരേ ഒരു വ്യക്തി തോർ മാത്രമായിരിക്കാം. തോറിന്റെ ഒപ്പം പോരാടിയ വാരിയേഴ്സിനെ എല്ലാം കൊന്നിട്ട് തോറിനെ മാത്രം ഡോക്ടർ ഡൂം വെറുതെ വിട്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഡോക്ടർ ഡൂമിന് ഒരു പ്രത്യേക ഉദ്ദേശം തന്നെ കാണുമായിരിക്കാം. ഒരുപക്ഷെ തന്നെ പറ്റിയുള്ള സന്ദേശം തോർ വഴി മറ്റുള്ള യൂണിവേഴ്സിലെ ഹീറോസിന്റെ പക്കലേക്ക് എത്തിക്കാനാകാം ഡോക്ടർ ഡൂം തോറിനെ കൊല്ലാതെ വിട്ടത്. അതായത് ചുരുക്കം പറഞ്ഞാൽ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ ബ്രൂസ് ബാനർ എർത്തിലേക്ക് എത്തി താനോസിനെ പറ്റി മറ്റ് അവഞ്ചേഴ്സിനോട് പറഞ്ഞ പോലെ. അതെ, തോർ ഓൾറെഡി തന്നെ ഡോക്ടർ ഡൂമിനെ നേരിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഡോക്ടർ ഡൂമിന്റെ പക്കൽ നിന്ന് എങ്ങനെയൊക്കെയോ സർവൈവ് ചെയ്ത തോർ തിരികെ എർത്തിലേക്ക് എത്തി ഡോക്ടർ ഡൂം എന്ന ഇനി വരാൻ പോകുന്ന ത്രെറ്റിനെ പറ്റി മറ്റു സൂപ്പർ ഹീറോസിന് മുന്നറിയിപ്പ് നൽകുന്നു. ഇതൊക്കെയാകാം അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ സംഭവിക്കാൻ പോകുന്നത്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ സ്യൂസ്റ്റോമിന്റെയും റീഡ് റിച്ചാർഡ്സിന്റെയും മകനായ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ് അപ്പിയർ ചെയ്യുമോ എന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. കാരണം ദ ഫാന്റാസ്റ്റിക് ഫോർ എന്ന ടീമിനെ ട്രെയിലറിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ ട്രെയിലറിൽ ഒരു ഭാഗത്തും കാണിക്കുന്നില്ല. ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിൽ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ് തന്റെ മദറായ സ്യൂസ്റ്റോമിനെ റെസറക്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിന് റെസറക്ഷൻ പോലെയുള്ള അപാരമായ പവേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാകാം ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിന്റെ പക്കലേക്ക് ഡോക്ടർ ഡൂം എത്തിയത്. ഒരുപക്ഷെ ഡോക്ടർ ഡൂം ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാകാം. ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെയും ഡോക്ടർ ഡൂമിനെയും തേടി ഇറങ്ങുന്ന ഫാന്റാസ്റ്റിക് ഫോർ തോറിനെ കണ്ടുമുട്ടുകയും തോറിനോടൊപ്പം അവർ എർത്ത് 616ലേക്ക് എത്തുകയും ആകാം. അതാകാം തണ്ടർബോൾട്സ് എന്ന മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഒഫീഷ്യൽ ട്രെയിലറിലും അവഞ്ചേഴ്സ് ടവറിലേക്ക് ദ ഫാന്റാസ്റ്റിക് ഫോർ എത്തുന്നതായിട്ട് നമ്മൾ കണ്ടത്. ഡോക്ടർ ഡൂമിന് മൾട്ടിവേഴ്സുകളെ ഒരൊറ്റ യൂണിവേഴ്സ് ആക്കി മാറ്റാൻ, അതായത് എല്ലാ യൂണിവേഴ്സുകളെയും നശിപ്പിക്കുന്നതിന് പകരം ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിന്റെ പവേഴ്സിന്റെ സഹായത്തോടെ എല്ലാ യൂണിവേഴ്സുകളെയും റീഷേപ്പ് ചെയ്ത് ഒരൊറ്റ യൂണിവേഴ്സ് ആയ ബാറ്റിൽ വേൾഡ് ആക്കി മാറ്റാനാകാം ഡോക്ടർ ഡൂം ശ്രമിക്കാൻ പോകുന്നത്. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളാണ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ട്രെയിലറിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കുറെ ഡീറ്റെയിൽസ്. എക്സ്മെന്റെ റിട്ടേണും സൂപ്പർ ഹീറോസിന്റെ റീയൂണിയനും ഡോക്ടർ ഡൂമും തോറും തമ്മിലുള്ള പോരാട്ടവും ഇതെല്ലാം കാണാൻ നിങ്ങളെ പോലെ തന്നെ ഞാനും കട്ട വെയിറ്റിംഗ് ആണ്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയെ പറ്റിയുള്ള നിങ്ങളുടേതായ തിയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.